അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 20/6/2025 അൽ ഇമാറാത്തു ഇസ്തിഖ്റാറുൻ വസ്ദിഹാർ എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മേൽ ചെയ്തു വന്ന വലിയ അനുഗ്രഹം, നാം ജീവിക്കുന്ന രാജ്യം ഇമാറാത്ത് ഏറെ സുരക്ഷിതത്വവും സമാധാനവും ഉള്ള രാജ്യമാണ്. നാം അത് ഏറെ പ്രധാനപ്പെട്ടതായി ഉൾക്കൊള്ളണം. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് ഈ ദുനിയാവ് മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ മഹത്തരമാണ് നാം ജീവിക്കുന്ന രാജ്യം സമാധാനമുള്ളതാകുക, സുരക്ഷിതത്വം ഉള്ളതാകുക എന്നത്. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബി മുആഫൻ ഫീ ജസദി ഇൻദഹു ഖൂതു യൗമി ഫകഅന്നമാ ഹീസത്തു ലഹു ദുനിയ. തിരുനബിയുടെ വചനമാണ്. അയാൾ കിടന്നുറങ്ങുന്ന രാജ്യത്ത് സമാധാനം ഉള്ള രാജ്യമായി, അവൻ്റെ ശരീരത്തിന് പൂർണ്ണമായി ആരോഗ്യവുമുണ്ട്, അന്നത്തേക്കുള്ള അന്നവും അവൻ്റെ അടുക്കലുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ ഒരുമിച്ച് കൂട്ടിയവനെ പോലെയാണ് അവൻ എന്ന് നബിവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എത്ര വലിയ അനുഗ്രഹമാണിത്! നാം ആ അനുഗ്രഹത്തെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. നമുക്ക് ഈ സമാധാനവും സുരക്ഷിതത്വവും ഉള്ളത് കൊണ്ടിട്ടാണ് ഇവിടെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നത്. നമ്മുടെ ജീവിത ചംക്രമണം കൃത്യമായി മുന്നോട്ട് പോകുന്നത് ആ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം കൊണ്ടിട്ടാണ്. രാജ്യം നാൾക്കുനാൾ പുരോഗതി നേടുന്നതും ഈ സമാധാനവും സുരക്ഷിതത്വവും ഉള്ളത് കൊണ്ടിട്ടാണ്. നമ്മുടെ വ്യവഹാരങ്ങളും കച്ചവടങ്ങളും നടക്കുന്നു. നമ്മുടെ സന്താനങ്ങൾക്ക് നാം നല്ല അറിവ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യം നാൾക്കുനാൾ പുരോഗതി നേടിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഈ സമാധാനവും സുരക്ഷിതത്വവും ഉള്ളത് കൊണ്ടിട്ടാണ്. നമ്മുടെ ദീൻ നമ്മളോട് വസിയത്ത് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് വസിയത്ത്? വഷ്കുറു നിഅമത്തല്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് ഒന്നാമതായിക്കൊണ്ട് നാം നന്ദി ഉള്ളവരാകണം. ഒരാൾ എപ്പോഴും നന്ദി ഉള്ളവനാണെങ്കിൽ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹവും അയാൾക്കോട് കൂടെ എപ്പോഴും ഉണ്ടാകുകയും അത് നാൾക്കുനാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. റബ്ബ് സുബ്ഹാനഹു വ തആല അവന് നമ്മൾ സ്തുതികൾ അർപ്പിക്കുകയാണ്, അവന് ഹംദ് ചെയ്യുകയാണ് എല്ലാ നിലക്കും. അല്ലാഹുവേ, നിനക്ക് സർവസ്തുതികളും സർവ ശുക്റുകളും. ഈ രാജ്യം ഇങ്ങനെ സുരക്ഷിതത്വവും സമാധാനവും ഉള്ളതായതുകൊണ്ടിട്ട് നമുക്ക് അള്ളാഹുവിനെ അറിഞ്ഞ് ഇബാദത്തെടുക്കാൻ സാധിക്കുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാം നൽകുന്ന മറ്റൊരു വസിയത്ത്, നാം കഠിനാധ്വാനികളാകണം, പരിശ്രമശാലികളാകണം. വഖുലി ഇഅ്മലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. ഖുർആൻ പറയുന്നു, നബിയെ തങ്ങൾ പറയുക, നിങ്ങൾ കർമ്മനിരതരാകുക, നിങ്ങളുടെ പ്രവർത്തനം അള്ളാഹു കാണുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നു, മറ്റു വിശ്വാസികളും കണ്ടുകൊണ്ടിരിക്കുന്നു. രാജ്യത്തിൻ്റെ നിർമ്മാണത്തിൽ നാം ഭാഗവാക്കാകണം. നല്ല ഭാവിക്ക് വേണ്ടി നാം എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഒരു സ്വഹാബിയെ ഉപദേശിക്കുകയുണ്ടായി. ഇദാ റഅ ഇജാബ കുല്ലി ദീ റഅയിൻ ബിറഅയിഹി. നീ ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങളിൽ അങ്ങനെ മതിമറക്കുന്നത് കണ്ടാൽ, അൻ യൽസമ ഖാസത്ത നഫ്സി, നീ നിന്റെ സ്വന്തം കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വയദഅമായ തദാവലുഹു അവാമുന്നാസി വയുറദ്ദിദൂനഹു. ജനങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആവശ്യമില്ലാത്ത സംസാരങ്ങൾ, അതിൽ നിന്ന് നീ മാറി നിൽക്കണം എന്ന് തിരുനബി അവിടുത്തെ ഒരു അനുചരനെ ഓർമ്മപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ വസിയത്ത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വചനം നാം മുറുകെ പിടിക്കുക. എന്താണ് ആ വചനം? ഇന്നമൽ ഇമാമു ജുന്ന
നമ്മുടെ ഇമാം, മുന്നിൽ നിന്ന് നമ്മെ നയിക്കുന്ന നമ്മുടെ നേതാവ്, അവർ ഒരു പരിചയാണ്. പ്രജകൾക്കു നേരെ വരുന്ന എല്ലാ അപകടങ്ങളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു പരിച പോലെ നാം അവരെ കാണണം. ജനങ്ങൾക്ക് ഉപകാരപ്രദമായതൊക്കെ അവർ ചെയ്തു തരും. അവർക്കു നേരെ വരുന്ന എല്ലാ ഉപദ്രവങ്ങളെയും അവർ പ്രതിരോധിക്കുകയും ചെയ്യും. നാം നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ്, അവരെ ആദരവോടുകൂടെ കാണണം. അവർ പുറപ്പെടുവിക്കുന്ന കൽപ്പനകളും ഓർഡറുകളും നാം സ്വീകരിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യണം. നാം ഏതു ഘട്ടങ്ങളിലും അവർക്ക് കൂടെ ചേർന്ന് നിൽക്കണം, അവർക്ക് വഴിപ്പെടണം. അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനും അവന്റെ റസൂലിനും നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്തു നടത്തുന്നവർക്കും അനുസരിക്കുക, വഴിപ്പെടുക എന്നത്. നാം രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം മനസ്സ് തുറന്നുകൊണ്ട് രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. രാജ്യത്ത് ഈ സമാധാനം എന്നും നിലനിന്ന് കാണാൻ വേണ്ടി മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥന നമുക്കറിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്, ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. അവർ ഈ വീടിന്റെ രക്ഷിതാവിന് ഇബാദത്ത് എടുക്കട്ടെ. അവർക്ക് വിശപ്പുള്ളപ്പോൾ അവൻ ഭക്ഷണം നൽകി, ഭയപ്പാടുള്ളപ്പോൾ അവൻ നിർഭയത്വം നൽകി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം രാജ്യത്തിനു വേണ്ടി നടത്തിയ പ്രാർത്ഥന, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. അല്ലാഹു, ഈ രാജ്യത്തെ നീ സമാധാനവും സുരക്ഷിതത്വവും ഉള്ളതാക്കണമേ. ഈ രാജ്യക്കാർക്ക് നീ ആവശ്യമായ ഭക്ഷണവും പഴവർഗ്ഗങ്ങളും നൽകുകയും ചെയ്യണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. നാം ഏതെങ്കിലുമൊക്കെ വാർത്തകൾ കേൾക്കുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി അറിയാതെ അത്തരം വാർത്തകൾക്ക് പുറകെ ഒരിക്കലും പോകരുത്. റൂമറുകൾ നാം അവഗണിക്കണം. അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു. ഓ സത്യവിശ്വാസികളെ, ഒരു ഫാസിഖായ വ്യക്തി എന്തെങ്കിലും ഒരു വർത്തമാനമായി നിങ്ങളുടെ അടുക്കൽ വന്നാൽ അതിൻ്റെ നിജസ്ഥിതി നിങ്ങൾ അന്വേഷിച്ചറിയണം. അല്ലെങ്കിൽ നാം തെറ്റുകാരും കുറ്റക്കാരും ആകും. ഹദീസിൽ കാണാം, കഫാ ബിൽ ബർഇ ഇസ്മൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരു മനുഷ്യൻ തെറ്റുകാരനാകാൻ, കുറ്റക്കാരനാകാൻ എമ്പാടും മതി അവൻ കേൾക്കുന്നത് മുഴുവനും പറഞ്ഞു നടക്കുക എന്നത്. അത് നമ്മുടെ ജോലിയാകരുത്. സോഷ്യൽ മീഡിയകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വാർത്തകൾ കേൾക്കുമ്പോഴേക്ക് അത് നാം പരസ്പരം കൈമാറരുത്. അതിൻ്റെയൊക്കെ പേരിൽ പിന്നീട് നാം പലപ്പോഴും ഖേദിക്കേണ്ടി വരും. നാം ആ വാർത്തകൾ അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്നാണോ എന്ന് അന്വേഷിച്ചതിൻ്റെ ശേഷം മാത്രമേ നാം അത് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും പാടുള്ളൂ. നാം ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ലോകത്തെല്ലായിടത്തും സമാധാനം കളിയാടാൻ വേണ്ടി അഹോരാത്രം ശ്രമിക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. അനുഗ്രഹീതനായ പ്രസിഡന്റിന്റെ വചനങ്ങൾ, ദൗലത്തുൽ ഇമാറാത്തി സതദില്ലു ദാഇമത്തൻ ലിസ്സലാമി വൽ ഇസ്തിഖ്റാർ ഫീ മിൻതഖത്തിനാ വൽ ആലം വഔനൻ ലിശ്ശഖീഖി വസ്സദീഖ് വദാഇയത്തൻ ഇലൽ ഹിക്മത്തി വത്തആവുനി മിൻ അജലി ഖൈറിൽ ബശരിയത്തി വതഖദ്ദുമിഹാ. ഇമാറാത്ത് എപ്പോഴും സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും വേണ്ടി നിലകൊള്ളും. ലോകത്ത് മുഴുവനും സമാധാനം കളിയാൻ വേണ്ടി ആവുന്നതൊക്കെ ചെയ്യും. നമ്മുടെ അയൽ രാജ്യങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പ്രത്യേകമായിക്കൊണ്ടും. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം ചേർന്ന് നിൽക്കണം. മനുഷ്യ പുരോഗതിക്ക് വേണ്ടി, മനുഷ്യന്റെ മുന്നേറ്റത്തിനു വേണ്ടി എപ്പോഴും നാം കൂടെ നിൽക്കുന്നവരാണ് എന്ന് നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് നമ്മളോട് പറയുന്നുണ്ട്. അള്ളാഹു ഈ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തട്ടെ. ഭരണകർത്താക്കൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.